കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിൽ. എക്സൈസിനെ കണ്ടതോടെ കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞ് വിദ്യാർത്ഥി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇത്തരം വാർത്തകളൊക്കെ ആശങ്കയുണ്ടാക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന കഞ്ചാവ് ഉപയോഗം, ലഹരിമരുന്ന് ഉപയോഗമൊക്കെ. അവിടെ നിന്ന് വരുന്ന വാർത്ത എന്താണ്? ഇപ്പോൾ ഈ കുട്ടിയെ കൃത്യമായി ചോദ്യം ചെയ്യാനോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഇത് എത്തുന്നത് എന്നത് പോലീസിന് അറിയാൻ കഴിഞ്ഞോ? അനുജ, എക്സൈസ് ആണ് ഇന്നലെ ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച വൈകുന്നേരം 8 മണിയോടുകൂടി പനച്ചികപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സംശയാസ്പദമായ രീതിയിൽ ഈ വിദ്യാർത്ഥി ഒരു ബൈക്കിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടത്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോയി തിരിച്ചു മടങ്ങി വരുന്ന വഴിയായിരുന്നു എക്സൈസ് സംഘം ഈ വിദ്യാർത്ഥിയെ കണ്ട ഉടനെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. അപ്പോഴാണ് കയ്യിലിരുന്ന കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞ ശേഷം ഈ ബൈക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം ഈ വിദ്യാർത്ഥി നടത്തിയത്. ഉടൻ തന്നെ ഈ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ ബൈക്കിൽ കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥി ബൈക്ക് നിർത്താതെ മുന്നോട്ടെടുത്തതോടെ ഈ ഉദ്യോഗസ്ഥൻ മറിഞ്ഞു വീഴുകയും അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് എടുത്തു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സൈസ് അവരുടെ നടപടികൾ കൃത്യമായി പോലീസിനെ കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കുട്ടിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. 6 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു എന്നാണ് എക്സൈസ് പറയുന്നത്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്ന് കൂടിയാണ് ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വിശദമായിട്ടുള്ള പരിശോധന എക്സൈസ് സംഘം ആരംഭിച്ചിട്ടുമുണ്ട്. അനുജ, പൂഞ്ഞാറിലാണ് കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിലായത്. കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞു, പക്ഷേ വിദ്യാർത്ഥിയെ പിടികൂടിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് നിന്നാണ് എന്നുള്ളത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്.